മലയാള സിനിമയിൽ കൃഷാന്ത് എന്ന സംവിധായകൻ നടത്തുന്ന പരീക്ഷണങ്ങൾ എന്നും കൗതുകത്തോടെയാണ് പ്രേക്ഷകർ നോക്കിക്കണ്ടിട്ടുള്ളത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രമായ മസ്തിഷ്കമരണം വാർത്തകളിൽ നിറയുന്നത് അതിൻ്റെ സാങ്കേതിക മികവ് കൊണ്ടല്ല, മറിച്ച് നടി രജിഷ വിജയൻ തൻ്റെ വാക്കുകളിൽ നിന്ന് പിന്നോട്ടു പോയി എന്നതുകൊണ്ടാണ്. ഐറ്റം ഡാൻസ് ഒരിക്കലും ചെയ്യില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ച ഒരു താരം കരിയറിൽ ഒരല്പം ഇടവേള വന്നപ്പോഴേക്കും ആ നിലപാട് മാറ്റുന്നത് മലയാളി താരങ്ങളുടെ മാറുന്ന മൂല്യബോധത്തിന്റെ ലക്ഷണമായി കാണേണ്ടിയിരിക്കുന്നു. രജിഷ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്, എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. അത് എനിക്കറിയാം. ഐറ്റം ഡാൻസിൽ എന്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഐറ്റം ഡാൻസിൽ വരുന്ന പാട്ടിന്റെ ലിറിക്സ്, അതിൽ കാണിക്കുന്ന മൂവ്സ്, വെച്ചിരിക്കുന്ന ക്യാമറ ആംഗിൾസ്, പോയിരിക്കുന്ന സൂം ഔട്ട്, വയറ്, കൈ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ എങ്ങനെയാണ് ആ പാട്ട് വെച്ചിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മളെ ക്യാമറയിൽ അത് ഷൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഓരോരോ ബോഡി പാർട്ടിനെയും കാണിക്കുന്നത്, ബാക്കി നിൽക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ്, പാട്ടിൽ വരുന്ന വേർഡ്സ് എന്തൊക്കെയാണ്, ഇതാണ് ഒരു ഹ്യൂമൻ ബോഡീനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നത്. ആണോ പെണ്ണോ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഹ്യൂമൻ ബോഡീനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെയും ഭാഗമാവാൻ എനിക്ക് താല്പര്യമില്ല. കരിയറിന്റെ തുടക്കത്തിൽ ആദർശങ്ങളും നിലപാടുകളും വിളിച്ചു പറയാൻ ആർക്കും എളുപ്പമാണ്. സ്ത്രീവിരുദ്ധതയെക്കുറിച്ചും സിനിമയിലെ അനാവശ്യ ഗ്ലാമർ പ്രദർശനങ്ങളെക്കുറിച്ചും വലിയ വാക്കുകൾ പറഞ്ഞിരുന്ന രജിഷ ഇന്നൊരു ഡാൻസ് നമ്പറിന് തയ്യാറായത് വെറുമൊരു ക്രാഫ്റ്റിന്റെ പേരിലാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. കുറേ നാളായി മലയാള സിനിമയിൽ ശ്രദ്ധേയമായ വേഷങ്ങളില്ലാതെ മാറി നിന്ന താരം തന്റെ പ്രസക്തി നിലനിർത്താനും സാമ്പത്തിക നേട്ടത്തിനുമായി ആദർശങ്ങളെ പണയപ്പെടുത്തിയോ എന്ന ചോദ്യം ഉയരുന്നത് സ്വാഭാവികം. രജിഷയുടെ ഈ മാറ്റം കേവലം ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ശരാശരി മലയാളിയുടെ സ്വഭാവത്തിന്റെ പ്രതിഫലനം കൂടിയാണ്. പണവും അവസരവും മുന്നിലെത്തുമ്പോൾ പഴയ വാഗ്ദാനങ്ങൾ സൗകര്യപൂർവ്വം മറക്കുക എന്നത് ഒരു ശൈലിയായി മാറിയിരിക്കുന്നു. മൈക്കിന് മുന്നിലിരിക്കുമ്പോൾ സ്ത്രീപക്ഷവാദവും വിപ്ലവവും പറയുകയും ജീവിതത്തിൽ ലാഭം നോക്കി നിലപാടുകൾ മാറ്റുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് മലയാളിയുടെ കൂടപ്പിറപ്പാണ്. ഇതൊരു പരീക്ഷണ ചിത്രമാണ്, സംവിധായകന്റെ ദൗത്യമാണ് എന്നൊക്കെയുള്ള മനോഹരമായ ലേബലുകൾ ഒട്ടിച്ച് തങ്ങളുടെ വീഴ്ചകളെ ന്യായീകരിക്കാൻ മലയാളിക്ക് പ്രത്യേക കഴിവുണ്ട്. രജിഷ വിജയനെ പോലെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു നടി ഇത്തരം ചുവടുമാറ്റങ്ങൾ നടത്തുമ്പോൾ അത് യുവതലമുറയ്ക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അവസരങ്ങൾ ഇല്ലാതാകുമ്പോൾ ആർക്കും തങ്ങളുടെ മൂല്യങ്ങൾ വിപണിയിൽ വയ്ക്കാമെന്നതല്ലേ? സിനിമാ ലോകത്തെ അനാവശ്യ പ്രവണതകളെ എതിർത്തിരുന്നവർ തന്നെ അതിന്റെ ഭാഗമാവുമ്പോൾ പഴയ നിലപാടുകൾ വെറും മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ മാത്രമായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മസ്തിഷ്കമരണം എന്ന ചിത്രം ചിലപ്പോൾ സാങ്കേതികമായി മികച്ചതാകാം, പക്ഷേ തന്റെ വാക്കിന് വില കൽപ്പിച്ചിരുന്ന ഒരു നടി അത് ലംഘിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഒരു നിലപാടിന്റെ മസ്തിഷ്കമരണം തന്നെയാണ്. പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവർക്ക് ആദർശങ്ങൾ പ്രസംഗിക്കാനുള്ള അർഹത കൂടി നഷ്ടപ്പെടുന്നു. പണത്തിനും പ്രശസ്തിക്കും വേണ്ടി നിലപാടുകൾ മാറ്റുന്ന ഈ മലയാളി ശൈലി സിനിമയിലായാലും ജീവിതത്തിലായാലും ഒരുപോലെ വിമർശിക്കപ്പെടേണ്ടതാണ്. സിനിമ എന്ന വലിയ ക്യാൻവാസിൽ ചില താരങ്ങൾ തങ്ങളുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കോ സാഹചര്യങ്ങൾക്കോ അനുസരിച്ച് നിലപാടുകൾ മാറ്റിപ്പറയാം. എന്നാൽ സ്വന്തം തത്വങ്ങളിലും നിലപാടുകളിലും അടിയുറച്ചു നിൽക്കുന്ന ഒരുപറ്റം കലാകാരന്മാർ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ നിലപാടില്ലാത്ത ഒരു വിഭാഗം താരങ്ങൾ കാരണം സത്യസന്ധമായി സംസാരിക്കുന്നവർ പോലും ഇതും നാളെ മാറ്റിപ്പറയും. അല്ലെങ്കിൽ ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ് എന്ന തരത്തിലുള്ള പരിഹാസങ്ങൾക്കും സംശയങ്ങൾക്കും ഇരയാകുന്നു. ചുരുക്കത്തിൽ ചിലരുടെ അവസരവാദം കാരണം അന്തസ്സുള്ള കലാകാരന്മാരുടെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെടുന്നു. സിനിമയെയും സിനിമാക്കാരെയും സമൂഹം നോക്കിക്കാണുന്ന രീതിയിൽ വലിയൊരു ഇടിവ് വരാൻ ഇത്തരം നിലപാടില്ലായ്മകൾ കാരണമാകുന്നു. സിനിമ എന്നത് കേവലം ഗ്ലാമറിന്റെയോ കാപട്യത്തിന്റെയോ ലോകമാണെന്നും അവിടെ ആർക്കും ആത്മാർത്ഥതയില്ലെന്നുമുള്ള ഒരു പൊതുധാരണ ജനങ്ങൾക്കിടയിൽ പടരാൻ ഇത് ഇടയാക്കുന്നു. ഒരു വലിയ സർഗാത്മക മേഖലയെ ആകെ വിശ്വസിക്കാൻ കൊള്ളാത്തവർ എന്ന ലേബലിലേക്ക് ഇത് തള്ളിയിടുന്നു. ചിലർ നടത്തുന്ന ഇത്തരം നിലപാട് മാറ്റങ്ങൾ കേവലം അവരുടെ വ്യക്തിപരമായ കാര്യമല്ല, അത് സിനിമ എന്ന കലയെയും അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ച സത്യസന്ധരായ കലാകാരന്മാരെയും ആ ലോകത്തെ വിശ്വസിക്കുന്ന പ്രേക്ഷകരെയും ഒരുപോലെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. സിനിമയുടെ അന്തസ്സ് നിലനിർത്താൻ നിലപാടുള്ളവർ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതും അത്തരം സത്യസന്ധതയെ പ്രേക്ഷകർ തിരിച്ചറിയേണ്ടതും ഇന്നത്തെ കാലത്ത് അത്യന്താപേക്ഷിതമാണ്.